നമസ്കാരം, എക്സ്ക്ലൂസീവ് ന്യൂസ്. മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ രാഹുൽ ഈശ്വർ അനുകൂലികൾ. അറസ്റ്റ് ചെയ്ത് രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഈശ്വറെ ഇരുത്തി സൈബർ പോലീസ്. ഇനി ലക്ഷ്യം സന്ദീപ് വാര്യരുടെ അറസ്റ്റാണോ? അതിജീവിതയുടെ അധിക്ഷേപ പരാതിയിൽ ഇനിയും നടപടി തുടരുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് സൈബർ പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യുവതിയുടെ പരാതിയിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ, സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകും. നിലവിലെ സാഹചര്യത്തിൽ ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും. അതിവേഗമായിരുന്നു രാഹുൽ ഈശ്വറിനെതിരായ സൈബർ പോലീസിന്റെ നീക്കം. സൈബർ പോലീസ് വൈകിട്ട് രാഹുലിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഫോണും ലാപ്ടോപ്പും ഹാജരാക്കാനും നിർദ്ദേശിച്ചു. AR ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യലെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി പിന്തുണച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകിയതും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ എന്നത് നിർണായകമാണ്. അല്ലാത്ത പക്ഷം ജയിലിലേക്ക് പോകേണ്ടി വരും. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്. ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗവും ചുമത്തിയിട്ടുണ്ട്. വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നടക്കം ചൂണ്ടിക്കാട്ടി യുവതി നൽകിയ പരാതിയിലാണ് സൈബർ പോലീസിന്റെ നടപടി. രാത്രി 9ഓടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടെത്തി. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. കോടതിയിൽ നിന്നും രാഹുലിന് ജാമ്യം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് രാത്രി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാത്തത് എന്നാണ് ഒരു ഭാഗം പറയുന്ന റിപ്പോർട്ട്. പരാതിക്കാരിയെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ലെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് DYFI ആണ്. DYFI നേതാവ് മൈക്ക് കെട്ടി പ്രസംഗിച്ചു. എന്നിട്ടും കേസെടുത്തില്ലെന്നും സന്ദീപ് വാര്യർ പറയുന്നു. പരാതിക്കാരിയായ യുവതിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ADGP S. ശ്രീജിത്ത് പറയുന്നു. യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. രാഹുൽ നിലവിൽ ഒളിവിലാണ്. രാഹുലിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. ഒളിവിൽ പോയ രാഹുൽ തിരുവനന്തപുരത്തെത്തി അഭിഭാഷകനെ കണ്ട് മടങ്ങിയെന്നാണ് സൂചന. മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ കോടതി ബുധനാഴ്ച പരിഗണിച്ചേക്കും. എന്തുതന്നെയായാലും മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഈശ്വർ അനുകൂലികൾ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.